ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യട്ടെ. 2 ശമൂവേൽ 18-ാം അധ്യായം. അബ്ശാലോം ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ദാവീദിനെ അന്വേഷിച്ച് വരുന്നു. ദാവീദ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോവുകയാണ്. ഈ സമയത്ത് അബ്ശലോമിനോട് യുദ്ധം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ല. അപ്പോൾ പടയാളികളിൽ സൈന്യാധിപനായിരിക്കുന്ന യോവാബ് അബ്ശലോമിനോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഒരുങ്ങുകയാണ്. അപ്പോൾ ദാവീദും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദാവീദ് വരണ്ട, ദാവീദ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ആരെങ്കിലും കുറേ പേർ വധിക്കപ്പെട്ടാലും അതിന് പ്രശ്നങ്ങളില്ല. പക്ഷേ രാജാവ് വധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് രാജാവ് വരണ്ട, രാജാവ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിൽ അബ്ശലോമിൻ്റെ ആളുകൾ തോൽക്കുന്നു. ദാവീദിൻ്റെ പടയാളികൾ യോവാബിൻ്റെ നേതൃത്വത്തിൽ യുദ്ധം ജയിക്കുന്നു. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് തിരിഞ്ഞോടുന്നു. ആ സമയത്താണ് അബ്ശലോം പ്രാണരക്ഷാർത്ഥം ഒരു കോവർക്കഴുതയുടെ പുറത്ത് ഓടുകയാണ്. അങ്ങനെ തിരിഞ്ഞോടുന്നതായ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുടി രോക്കുമരത്തിൽ കുരുങ്ങിപ്പോയി, കഴുത അങ്ങ് ഓടിപ്പോയി. അദ്ദേഹം ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുകയാണ്. അബ്ശലോമിൻ്റെ മുടിയെക്കുറിച്ച് ഇതിനു മുൻപ് നമ്മൾ വായിച്ചതാണ്. അബ്ശലോമിൻ്റെ രൂപഭംഗിയെക്കുറിച്ച്. ആരോഗ്യതയുടെ ഗാത്രനാണ്, അതിഗായകനാണ്, സുന്ദരനാണ്. അദ്ദേഹത്തിൻ്റെ മുടി, ഒരു വർഷത്തെ മുടി കട്ട് ചെയ്യുമ്പോൾ 2 കിലോയോടടുത്ത് 200 ശെക്കേലുണ്ടായിരുന്നു എന്നതിനു മുമ്പ് നമ്മൾ വായിച്ചതാണ്. അത്ര അതിമനോഹരമായി മുടി ആ മരത്തിൽ കുരുങ്ങി അദ്ദേഹം തൂങ്ങിക്കിടക്കുകയാണ്. ഇത് കണ്ട ഒരു ഇസ്രായേലിൽ വന്ന് പടയാളി വന്ന് യോവാബിനോട് ഈ വിവരം അറിയിച്ചു. അവൻ അബ്ശലോമിനെ കണ്ടെങ്കിലും അബ്ശലോമിനെ അദ്ദേഹം വധിച്ചില്ല. കാരണം ദാവീദ് പറഞ്ഞത് അവൻ ഓർത്തു. ദാവീദ് യുദ്ധത്തിന് പോകുമ്പോൾ പറഞ്ഞു, എന്നെ ഓർത്ത് ആ ചെറുപ്പക്കാരനോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം, എൻ്റെ മകനോട് നിങ്ങൾ കാരുണ്യം കാണിക്കണമെന്ന് ദാവീദ് പറഞ്ഞാണ് ഇവരെ യുദ്ധത്തിന് അയക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ ആ വചനം ഓർത്തത് കൊണ്ട് കൊല്ലാതെ പോയി യോവാബിനോട് ഈ വിവരം പറഞ്ഞു. യോവാബ് അവനെ സഹായിക്കുന്നു, നീ എന്തുകൊണ്ട് അവനെ കൊന്നില്ല? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ദാവീദ് രാജാവ് പറഞ്ഞത് ഓർക്കുക, അദ്ദേഹത്തിൻ്റെ മകനോട് കാരുണ്യം കാണിക്കണം എന്നാണല്ലോ. അപ്പൻ എപ്പോഴും മക്കളോടുള്ള മനോഭാവം ഇതാണ്. മക്കൾ മാതാപിതാക്കളെ എതിർത്താലും മാതാപിതാക്കൾ മക്കളെ വെറുക്കില്ല. കാരണം മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് നൽകിയാണ് സ്നേഹിക്കുന്നത്, കൊടുത്താണ് സ്നേഹിക്കുന്നത്. മക്കളോ വാങ്ങിയതിൻ്റെ പ്രതിഫലനമായിട്ട് മാത്രമാണ് സ്നേഹിക്കുക. അപ്പോൾ പിതൃസ്ഥാനത്ത് ദാവീദ് നിൽക്കുന്നത് കൊണ്ടാണ് തൻ്റെ മകൻ തനിക്ക് ശത്രുവാണെങ്കിലും തന്നെ കൊല്ലാൻ നടക്കുന്നെങ്കിലും അവനെ വധിക്കരുതെന്ന് ദാവീദ് അപേക്ഷിച്ച് പറഞ്ഞത്. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞത്, ഓർമ്മിപ്പിച്ചത് യോവാബ് ഗവനിക്കാതെ അദ്ദേഹം ചെന്ന് കുന്തം കൊണ്ട് അബ്ശലോമിനെ കുത്തിക്കൊല്ലുകയാണ്. താഴെ വീണപ്പോൾ മറ്റുള്ളവർ അവനെ അടിച്ചു കൊന്നു. എന്നിട്ട് അവിടെ കണ്ടതായ ഒരു വലിയ കുഴിയിൽ അവനെ ഇട്ട് അവിടെ കൽക്കൂമ്പാരമുണ്ടാക്കിയെന്ന് വായിക്കുന്നു. 18-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ഇതിനു മുൻപ് അബ്ശലോം തന്നെ തൻ്റെ പേരിൽ ഒരു കല്ലുകൊണ്ട് ഒരു സ്തംഭമുണ്ടാക്കി. കാരണം എനിക്ക് മക്കളില്ല, തൻ്റെ മരണശേഷം തന്നെ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് രാജകുമാരൻ എന്ന രീതിയിൽ അദ്ദേഹം ഒരു സ്തംഭം ആ സ്ഥലത്ത് തന്നെ നാട്ടിയിരുന്നു. അവിടെയാണ് അവനെ കുഴിച്ചിടേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ദാവീദ് ഈ അബ്ശലോമിനെ കൊന്നു എന്നറിഞ്ഞ ഉടനെ തന്നെ സാദേക്ക് പുരോഹിതൻ്റെ മകനായ
അഹീമാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഓടിച്ചെന്ന് ദാവീദിനെ ഈ വിവരം അറിയിക്കട്ടെ, നിന്റെ ശത്രുവായ അബ്ശലോം വധിക്കപ്പെട്ടുവെന്ന്. പക്ഷേ യോബാബ് അവനെ അയച്ചില്ല. യോബാബിന് ഒരു കൂശ്യനെയാണ് അയക്കുന്നത്, നീ പോകണ്ട, അവൻ പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കൂശ്യനെ അയച്ചു കഴിഞ്ഞപ്പോൾ ഈ അഹീമാസിന് ദുഃഖമായി. ഞാനും പോകാമെന്ന് പറഞ്ഞതല്ലേ, എന്തുകൊണ്ട് എന്നെ വിട്ടില്ല? അപ്പോൾ യോബാബ് പറഞ്ഞു, നീയും കൂടെ പൊക്കോളാൻ പറഞ്ഞു. കൂശ്യന് മുന്നേ പോയെങ്കിലും അഹീമാസ് അവനെ ഇത് മറികടന്ന് ആദ്യം ദാവീദിൻ്റെ അടുക്കൽ എത്തുന്നു. ഈ വിവരം ദാവീദിനെ അറിയിച്ചാൽ ദാവീദ് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കുമെന്ന് ചിന്തിച്ചാവാം ഈ ചെറുപ്പക്കാരൻ ഇപ്രകാരം ചെയ്യുന്നത്. അവൻ ദാവീദിനെ ചെന്ന് കണ്ടിട്ട് ഈ വിവരം അവിടെ അറിയിക്കുകയാണ്. നമ്മുടെ യുദ്ധം നമ്മൾ ജയിച്ചു, അബ്ശലോമിൻ്റെ ആൾക്കാർ തോറ്റു. അപ്പോൾ ദാവീദിന് അറിയേണ്ടത് അതല്ല, എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് പറയാൻ ഈ മനുഷ്യൻ അറിഞ്ഞുകൂടാ, അത്രയും ഇവൻ കേട്ടില്ലായിരുന്നു. അപ്പോഴാണ് പിന്നാലെ വന്ന കൂശ്യൻ ഈ കാര്യം ദാവീദിനെ അറിയിച്ചു. യുദ്ധം ജയിച്ചു, അബ്ശലോം വധിക്കപ്പെട്ടു. പലപ്പോഴും ഇതാണ് പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിലും ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് പറഞ്ഞു, ആ നാളിൽ പലരും എന്നോട് പറയും, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി വീരപ്രവൃത്തികളെ ചെയ്തു, അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു എന്ന് പലരും എൻ്റെ അടുത്ത് പറയും. അന്ന് ഞാൻ അവരോട് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന്. കാരണം കർത്താവ് അവരെ അയച്ചിട്ടില്ല, കർത്താവ് അവരെ തിരഞ്ഞെടുത്തിട്ടില്ല. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി കൊണ്ട് ഇവരെ വീരപ്രവൃത്തികൾ അവർ ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇന്നും സഭാതലങ്ങളിലുണ്ട്, സ്വയം സുവിശേഷകരായി എഴുന്നേൽക്കുന്നവരുണ്ട്, ദൈവത്താൽ വിളിക്കപ്പെടുന്നവരുണ്ട്. വിളിക്കപ്പെടുന്നവനാണ് ആ നല്ല വാർത്ത അറിയിക്കാനുള്ള അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കാനുള്ള അവകാശമുള്ളത്. എന്തായിരുന്നാലും ഈ മകൻ ഈ മനുഷ്യൻ ഈ കൂശ്യൻ വന്ന് ദാവീദിനെ ഈ വിവരം അറിയിക്കുമ്പോൾ ദാവീദ് വിലപിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ മകൻ അബ്ശലോമേ, എൻ്റെ മകൻ അബ്ശലോമേ എന്ന് പറഞ്ഞ് ദാവീദ് ഏറെ അവിടെ വിലപിക്കുന്നുണ്ട്. യുദ്ധം ജയിച്ചെങ്കിലും തൻ്റെ മകൻ വധിക്കപ്പെട്ടു എന്നറിയുമ്പോൾ ഒരു അപ്പനുണ്ടാകാവുന്ന വേദന, അത് ദാവീദിൽ നിന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദാവീദിൻ്റെ ഈ വിലാപം നമ്മൾ കാണുമ്പോൾ നമ്മുടെ യേശുക്രിസ്തുവിനെ നമുക്ക് ഓർക്കാം. ദാവീദ് പറഞ്ഞതാണ്, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ്. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ചയാളാണ് നമ്മുടെ കർത്താവ്. പാപത്താൽ ബന്ധിതനായ മനുഷ്യനെ അവനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് വന്ന് ഞാനും നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. ആ സ്നേഹത്തെ ഓർത്ത് കർത്താവിനെ എന്നും ആരാധിക്കുവാൻ നമുക്കിടയായി തീരണം. ദാവീദിൽ പഴയ നിയമകാലത്താണെങ്കിലും പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ദാവീദിൻ്റെ ജീവിതത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവനാണ്, ദൈവത്തെ അവൻ അനുസരിക്കുന്നവനാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ നമ്മുടെ വേദവായനകളും ഒക്കെ നമ്മളെ സഹായിക്കട്ടെ. കാത്തിരിപ്പിൻ്റേതായ ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചതായ പരിശുദ്ധാത്മാവിനെ കൂടുതൽ ശക്തീകരിക്കുവാനും അതിനെ പ്രശോഭിപ്പിക്കാനും ദൈവമേ, പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.